ഷമീർ ചോറിട്ടോട്ടെ. ഓക്കെ ബിസ്മില്ല. അഭിപ്രായം പറയാ. വാ ബെറ്റോ ആണോ? എന്നാ ചമ്മന്തി കിട്ടോ, കുറച്ച് കിട്ടോ. ഇത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ശരിക്കും? ആ നോട്ടെ നോട്ടെ നോട്ടെ. കുറച്ച് ബിരിയാണി എടുത്തു, കുറച്ച് ചമ്മന്തി വെച്ചു, എന്തൊരു ടേസ്റ്റ് വെച്ചു. ഒരു കഷ്ണം ചിക്കൻ പീസ് എടുത്തു വെച്ചു. ബിസ്മില്ല. കൊള്ളാം. നീ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന പിന്നെ ബിരിയാണി മുന്നേ വെച്ചിട്ടുണ്ടോ? ബിരിയാണി ഇങ്ങനത്തെ രീതിയിൽ വെച്ചിട്ടില്ല. ആ കൊള്ളാം, അടിപൊളിയാ. ചോറ് കഴിച്ചില്ല അളിയാന്ന് അവിടെ സോറിയാണോ മുത്തേ കൊതിപ്പിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ അഭിപ്രായം പറയാൻ വേണ്ടി കഴിച്ചതാ. ഷമീർ ഫീൽഡ് പിന്നെ എല്ലാ ലൈവിലും അതായിരിക്കും കേട്ടോ. ഷമീർ ഫീൽഡൗട്ട് 6 ഫീൽഡൗട്ട് ആയ പോലെ ഇപ്പൊ ഷമീർ ഇവിടെ ഉണ്ട്, പക്ഷെ ഫീൽഡൗട്ടായി. 6 അങ്ങനെ ക്യാമറ മുന്നിൽ ഉണ്ട്, പക്ഷെ ആള് ഫീൽഡൗട്ടായി. അങ്ങനത്തെ അത് ഭയങ്കര അവസ്ഥയാണ് അല്ലേ? എന്താ നിനക്ക് ഫീൽ ചെയ്യുന്നത്? 6 നിനക്കല്ലോ എന്താ ഫീൽ ചെയ്യുന്നു? ഏത് ഈ 10 ആളെ കണ്ടിട്ട്? 10 ആള് പറയുന്നത് അന്നെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടി കുറവാണ് ഈ 8 years. ന്യൂ കുക്ക് ഇല്ലടാ. കുക്ക് നമുക്ക് മെൽവിൻ ഉണ്ട് ഓൾറെഡി. ഇതൊരു പ്രത്യേകതരം നാടാണ് കേട്ടോ. മെൽവിന്, കുര്യാക്കോസ് ഇവരെല്ലാം ഒരു ഏകദേശം ഒരേ ടൈപ്പ് ആൾക്കാരാണ്. അല്ല ഭയങ്കര ഇന്നസെന്റ്, ഭയങ്കര ശുദ്ധമാരാണ്. ഈ നാട് നിഷ്കളങ്കര. ഈ ഗ്രാമം, ഈ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങനെയാന്ന് തോന്നട്ടാ. ഇവിടെ എല്ലാരും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? എന്തോ ഒരു സാമ്യത എല്ലാവർക്കും ഇവിടെ. ഞാൻ പരിചയപ്പെടുന്ന എല്ലാവരും ഇങ്ങനെയാ, മനസ്സിലാവും. മെൽവിൻ അങ്ങനെയായിരുന്നു, കുര്യാക്കോസ് ഏകദേശം അങ്ങനെ തന്നെയാ. ഇപ്പൊ ഇതാ ബെറ്റോ, മനസ്സിലാവും. ഞാൻ പോണ ഇവിടെ ബേക്കറി ഐറ്റം പോലും ഇല്ലാന്നാ. ഞാൻ പോണ് ഇവിടെ ബേക്കറി ഐറ്റം പോലുമില്ല. കണ്ണീരോടെ ചിരിക്കുന്ന മുഖം, കൂപ്പുകയും തെളിഞ്ഞ ചർമ്മനിറം. സോരടാ. മുട്ട ഓംപ്ലേറ്റ് ആക്കി. നിങ്ങൾ എന്നാ കോളേജിൽ പോകുന്നത്? ഞാൻ മറ്റന്നാളെ മമ്മൂന്റെ ഇതാക്കാൻ വേണ്ടി. കോളേജ് അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടാ. മമ്മൂന്റെ ചാറ്റ് റവന്യൂ നോക്കുന്നത്. ചാറ്റ് റവന്യൂ മോനെ ആ പരിപാടി ഞാൻ നിർത്തിയിട്ടോ. ചാറ്റ് റവന്യൂ കാണിക്കുന്നത് ഇവരെന്ന് വെച്ചാൽ കറക്റ്റ് കണക്കെടുത്തിട്ട് നിൽക്കുക. നമ്മൾ ടാക്സ് അടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിട്ട് കറക്റ്റ് ഇവര് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട്. ഞാൻ മുന്നേ ഓർമ്മയുണ്ടോ? മുന്നേ കുറച്ച് ദിവസം ഞാൻ ഡെയിലി ചാറ്റ് റവന്യൂ കാണിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? എല്ലാ ലൈവിൻ്റെയും ലാസ്റ്റ്. പിന്നെ ഞാനത് നിർത്താൻ കാണാന്ന് വെച്ചാൽ ഇവരെല്ലാ ദിവസവും അന്നത്തെ ഒരു മാസം ഞാൻ ലൈവ് ചെയ്തിട്ടില്ല. ആ ഒരു മാസം ഞാൻ ഡെയിലി ചാറ്റ് റവന്യൂ കാണിക്കുന്ന ഓരോ ദിവസത്തെ ഇവർ കണക്ക് കൂട്ടും. എന്നിട്ട് കറക്റ്റ് ഏകദേശം കിട്ടുന്ന വ്യൂസിൻ്റെ ഇതിൻ്റെ എല്ലാം ഇതാക്കിയിട്ട് ഇവരിങ്ങനെ ഒരു കണക്ക് ഏകദേശം ഇങ്ങനെ ആക്കൂടാ. എന്നിട്ട് എത്ര ഒരു മാസം എനിക്ക് ഇതിൽ എത്ര കിട്ടുന്നുണ്ട്, ഞാൻ അത്ര ടാക്സ് അടക്കുന്നുണ്ടെന്നല്ലേ ഇവർ നോക്കത് പരിപാടി, മനസ്സിലാവും. അപ്പം അതിന് ശേഷം ഞാൻ കാണിക്കുന്നത് നിർത്തിയത്. മുന്നു സാഡോ നദി വീട്ടിൽ അമ്മ ബിരിയാണി ആക്കി വെക്കും. ആശ്വാസമുള്ള മുഖം, ചുവന്ന ഹൃദയം. എന്താ മുന്നു എന്താ? ഓ പൊതുവെ ഇങ്ങനത്തെ ഒരു മുഖല്ലടാ മറ്റത്. ചമ്മന്തി കഴിഞ്ഞാ? ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ മൊത്തം. ചമ്മന്തി അവിടെ എടാ നായി. എല്ലാവരും ചമ്മന്തി കഴിഞ്ഞാ? ചമ്മന്തി അടിപൊളി ടേസ്റ്റ്. പ്രൊമോഷന് വേണ്ടിയായ ബ്രോ വരാം ഫുഡ് എൻജോയ് ചെയ്യാം. പ്രൊമോഷന് വേണ്ടിയല്ല ബ്രോ വരാം ഫുഡ് എൻജോയ് ചെയ്യാം. അങ്ങനെയാണ് നോക്കാം, അങ്ങനെയാണ് വരാം, അങ്ങനെയാണ് വരാം. BJMI വിത്ത് ഇഷിക. എടാ നാളെയാന്ന് അവള് പറഞ്ഞത്. അവള് നാളെ കളിക്കാന്നാ പറഞ്ഞത്. നാളെ പക്ഷെ നമുക്ക് ഇനോഗ്രേഷനാ പെരിന്തൽമണ്ണ. അപ്പോൾ നാളെ രാത്രി നമ്മൾ തിരിച്ചു വന്ന് മറ്റന്നാളെ ഉള്ള ലൈവിൽ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കളിക്കാം. പക്ഷെ മറ്റന്നാൾ നമ്മൾ ഇന്ത്യയിലെ ലാസ്റ്റത്തെ ലൈവ് ആട്ടോ. മറ്റന്നാൾ കഴിഞ്ഞാൽ നമ്മൾ മറ്റന്നാളെ രാത്രിയോ അല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ദിവസം നമ്മൾ ലൈവില്ല. പിന്നെ നമ്മൾ മലേഷ്യ പോകാം. മലേഷ്യ അയ്യാളുള്ളൂ. കുര്യനുണ്ടോ? ഇല്ലടാ കുര്യനില്ലല്ലേ. ഇതിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇല്ല.
ഗോവയിൽ പോയവരുണ്ടോ? അടുത്ത കുപ്പി ട്രിപ്പ് കൊണ്ട് പോകാൻ പറ്റുമോ? ഗോവയിൽ പോയുണ്ടോ? കുപ്പി കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കറിയില്ലടാ. ഞാൻ ഇതൊരു ഗോവയിൽ പോയില്ല കേട്ടോ. ഞാൻ ബാംഗ്ലൂർ പോയി. ഇനി അടുത്തത് ഗോവയിൽ പോകണം. ഞാൻ ഇതുവരെ ഗോവയിൽ പോയിട്ടില്ല. എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടാടാ. ഞാൻ ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെ ഇടയിലായിട്ട് എനിക്ക് ട്രിപ്പ് പോകാനോ ഒന്നിനും സമയം കിട്ടില്ല. ആടെയും പോയില്ല. മുഴുവന് പേടി. എന്തിനാ പേടിയോ? എടുത്ത് കഴിക്കടാ. ഷമീർ ഓനസ് ഡയലോഗ് മുന്തിരി പെണ്ണെ എവത്തിലെന്ന് ഹൃദയം. എന്നിട്ട് നാളെ ഇനോഗ്രേഷന് നീ സ്റ്റേജിൽ കയറണം. അതെന്തേ? കാരണം നീ ഫീൽഡ് ഔട്ടാ. നീ ഒരു സൈഡ് ക്യാരക്ടർ. മനസ്സിലാവും. ഞാനും മമ്മൂ ജാസിയെല്ലാം കൂട്ടി പൊളിക്കുക. റാംബോ ഇവിടെ ഇങ്ങനെ സൈഡായിട്ട് നിൽക്കുന്ന നോക്കണ്ട കേട്ടോ. സ്റ്റേജിൽ കയറിയ റാംബോ ശരിയായ സാധനമാണ് കേട്ടോ. ആരെങ്കിലും നമ്മൾ ഇനോഗ്രേഷൻ നേരിട്ട് കണ്ട ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ല റാംബോ സ്റ്റേജിൽ കയറിയ വേറെ ആളാ. എടാ എനിക്ക് പേടിയായിട്ടല്ല ഫുഡ് കഴിക്കാതെ. രാത്രി ഡ്രൈവ് ചെയ്യണം. കൂടുതൽ കഴിച്ച ഉറക്കം വരും. അതുകൊണ്ടാണ് രാത്രി നാളെ ഇല്ലാത്തോണ്ടല്ലേ. അല്ലെങ്കിൽ ഫുൾ ടൈം എടുക്കല്. നല്ല മസാല ടീന് ചിക്കൻ അല്ലേ. ചോറ് അത്ര വലിയ രസമൊന്നുമില്ല. കുഴപ്പമില്ല. ചോറ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് വെന്ത് റൈസ്. കുറച്ച് ഓവർ കുക്കായി. പക്ഷെ ഇതിന്റെ മസാല മുത്ത സീന്. മുന്നൂന് പേടി ഫുഡ് കഴിക്കാന്ന്. ഞാൻ കഴിച്ചില്ല. മമ്മൂന്റെ കഴിച്ച് ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. കുപ്പി കൊണ്ട് പോയാൽ ചെക്കിംഗ് ഉണ്ടോന്ന് ചാറ്റ് പറയൂ. കഴിച്ചാ പുരിയ? കുപ്പി കൊണ്ടുപോയാൽ ചെക്കിങ് ഉണ്ടോന്ന് ചാറ്റ് പറയുന്ന. ഇതാ ഇടാ ജാസ് അവിടെ കൊണ്ടേക്കാം.